നമസ്കാരം. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് ഈ മൂന്ന് താരങ്ങൾക്ക് തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഇഷാൻ കിഷനും ഋഷഭ് പന്തും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അവർക്ക് കിട്ടിയ ചില അവസരങ്ങളിലെങ്കിലും വലിയ സ്കോർ നേടിയവരാണ്. സഞ്ജു സാംസൺ സ്ഥിരതയോടെയുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ട് കാലങ്ങളേറെയായി. ഇഷാൻ കിഷൻ്റെ ഭാഗത്തു നിന്ന് ഡബിൾ സെഞ്ചുറി നേട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ഋഷഭ് പന്ത് ആകട്ടെ ഗാബയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ചരിത്രപരമായ പല വിജയങ്ങളിലും സഹായം ചെയ്തിട്ടുള്ള ആരാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഈ രണ്ടു പേരെയും വെച്ച് നോക്കുമ്പോൾ സ്വല്പം പുറകിലാണ്. പക്ഷേ കണക്കുകൾ പ്രകാരം സഞ്ജു സാംസൺ ഇരുവർക്കും ഒപ്പം തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സെഞ്ചുറി നേട്ടങ്ങളും അർദ്ധ സെഞ്ചുറി നേട്ടങ്ങളും ഒക്കെ കുറവാണെങ്കിൽ പോലും താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു സാംസൺ നടത്തിയിട്ടുള്ളത്. സഞ്ജു സാംസന് ഒരു കുറവുണ്ടായിരുന്നു. സെലക്ടർമാരും അദ്ദേഹത്തിൻ്റെ വിമർശകരും പറഞ്ഞതുപോലെ ഒരു സെഞ്ചുറിയുടെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ അദ്ദേഹം അതും നേടി. ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്താണ് ഒരു സെഞ്ചുറി ഒരു താരത്തിന്മേൽ അല്ലെങ്കിൽ ആ താരത്തിന്മേൽ അർപ്പിക്കുന്ന പ്രതീക്ഷയുടെ മേലുണ്ടാക്കുന്ന മാറ്റം? സഞ്ജു സാംസണിൽ നിന്ന് അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. 2023 ലോകകപ്പ് അവസാനത്തിന് ശേഷം സഞ്ജു സാംസണെ ഏകദിന ഫോർമാറ്റിൽ ഒരു സ്ഥിരം പ്ലെയറായി ഉൾപ്പെടുത്തും എന്നതായിരുന്നു BCCIൽ നിന്ന് പുറപ്പെട്ട ചർച്ചയിൽ നിന്ന് മനസ്സിലായ കാര്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നേട്ടത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനായ T20 പരമ്പരയിൽ സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതും ഇഷാൻ കിഷനെ തഴഞ്ഞുകൊണ്ട്. ഒരു സെഞ്ചുറി നേട്ടമുണ്ടാക്കിയ ഇമ്പാക്റ്റാണ് സഞ്ജു സാംസന് അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ ഇടം നൽകിയിരിക്കുന്ന കാര്യം. ഇന്ത്യ ഈ 3 T20 പരമ്പരകൾക്ക് ശേഷം പിന്നീട് കളിക്കുന്നത് IPL ടൂർണമെൻറ്റാണ്. IPL ടൂർണമെൻറ്റിന് ശേഷം മറ്റൊരു T20 മത്സരവും ഇന്ത്യ കളിക്കുന്നില്ല. ശേഷം ഇന്ത്യ ലോകകപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ 3 T20 മത്സരങ്ങൾ സഞ്ജു സാംസണെ സംബന്ധിച്ച് നിർണായകമാണ്. താരം കിട്ടിയ അവസരത്തിൽ എല്ലാം മികച്ച പ്രകടനം നടത്തിയാൽ ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കും 2024 T20 ലോകകപ്പിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റ് പല താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന അവസരത്തിൻ്റെ 4-1 കിട്ടിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. പണ്ടത്തിനേക്കാൾ കൂടുതൽ ഒരുപാട് താരങ്ങൾ മത്സരിക്കുന്ന കാലഘട്ടമാണ്. സഞ്ജു സാംസൺ എത്രയും കിട്ടിയ അവസരം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് കൂടുതൽ സ്ഥിരതയോടെ കൂടുതൽ സ്ഥിരമായ അവസരങ്ങൾ കിട്ടുന്ന സാധ്യതയും കൂടും. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആശംസിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയും മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.